1,04,00,000 രൂപ ധനരാജിൻ്റെ പേരിൽ രക്തസാക്ഷി ഫണ്ടായിട്ട് പിരിച്ചതിൽ 46 ലക്ഷം രൂപ കാണാനില്ല എന്നാണ് കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. കുഞ്ഞികൃഷ്ണൻ പഴയ ഒരു സഹകരണ ബാങ്കിലെ സെക്രട്ടറിയാണ്. ഓഡിറ്റുകളെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണയുള്ളയാളാണ്. പാർട്ടിക്കുള്ളിൽ ഇത് ചർച്ച ചെയ്യുന്ന സമയത്തും ഇത് ഉണ്ടാവുന്ന സമയത്തും ഏരിയ കമ്മിറ്റിയിലുണ്ടായിരുന്നയാളാണ്. ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടിരുന്നയാളാണ്. പിന്നീട് ജില്ലാ കമ്മിറ്റിയിലേക്ക് ഇപ്പോൾ എത്തിയ ആളാണ്. എന്തുകൊണ്ട് അവിശ്വസിക്കണം കുഞ്ഞികൃഷ്ണനെ? 46 ലക്ഷം തിരിമറി നടത്തി കെട്ടിട നിർമ്മാണ ഫണ്ടിലേക്ക് വകമാറ്റി എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ധനരാജ് ഫണ്ട് ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ? താങ്കളുടെ വ്യക്തിപരമായ താല്പര്യത്തിനോ പാർട്ടിയുടെ മറ്റേതെങ്കിലും ആവശ്യത്തിനോ? ഡോക്ടർ അരുൺ, അങ്ങയുടെ ഈ ഒരു സംശയം ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വളരെ വൈകാരികമായി അവതരിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. രക്തസാക്ഷി ഫണ്ട് നഷ്ടപ്പെട്ടു, അതിനൊരു കൃത്യമായിട്ട് കാണുന്നില്ല, അതിൽ ഇത്ര ലക്ഷം എവിടെ പോയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആളുകളിൽ തീർച്ചയായിട്ടും സംശയത്തിൻ്റെ വലിയ നിഴലുണ്ടാവും. പ്രത്യേകിച്ച് രക്തസാക്ഷി ഫണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രക്തസാക്ഷി ഫണ്ട് ജനങ്ങളിൽ നിന്നാകെ പിരിച്ചെടുത്തിട്ടുള്ളൊരു ഫണ്ടല്ല. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ജനങ്ങളോട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാത്തത്? ധനരാജിൻ്റെ കുടുംബം എന്ന് പറയുന്നത് പാർട്ടിയുടെ കുടുംബമാണ്. ധനരാജ് ഈ പാർട്ടിയുടെ പ്രവർത്തകനാണ്. ഏത് കാര്യത്തിലും ധനരാജ് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അത് ധനരാജുമായിട്ട് ബന്ധപ്പെടുന്ന കേരളത്തിൻ്റെ പല കോണുകളിലുള്ളവരുമായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവും ധനരാജും ഞങ്ങളൊക്കെ തമ്മിലുള്ള ബന്ധം എന്താണ്. ആ ധനരാജ് ഒരു രാത്രി നഷ്ടപ്പെടുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത, അതല്ലെങ്കിൽ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവം നടക്കുന്നു. ആ കുടുംബം എന്ന് പറയുന്നത് ഈ പാർട്ടിയുടെ കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ വേദന എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാം വേദനയാണ്. ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ടത്, അതിൻ്റെ തുടർ കാര്യങ്ങൾ ചെയ്യേണ്ടത് പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ്. ഞങ്ങൾ എന്ത് ചെയ്തു? പാർട്ടി ആലോചിച്ചു, ഈ പറയുന്ന സുഹൃത്ത് ഉൾപ്പെടെയുള്ളവരെല്ലാം ഉള്ള കമ്മിറ്റി ആലോചിച്ചു, ഇതെങ്ങനെ ഈ വിഷയങ്ങളെ കൈകാര്യം, സാമ്പത്തികമായിട്ടുള്ള വശം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. വെറും ഒരു ഓഡിറ്റിങ്ങിൻ്റെ കാര്യമല്ലേ ഇത്? വളരെ വൈകാരികതയിൽ ഞങ്ങളുടെയൊക്കെ നെഞ്ഞത്ത് കുത്തുന്നത് പോലെയുള്ളൊരു ചോദ്യമല്ലേ ഈ ചോദ്യം എന്ന് പറയുന്നത്. നിങ്ങളാലോചിക്കണം, ഞങ്ങൾ പാർട്ടി പ്രവർത്തകർ മാത്രമാണ്. പാർട്ടിയുമായിട്ട് ബന്ധപ്പെടുന്ന സഹകരണ ജീവനക്കാരുൾപ്പെടെ പാർട്ടി പ്രവർത്തകരാണ്. പാർട്ടിയുടെ ഈ പ്രവർത്തകൻ്റെ കുടുംബത്തിന് അതിൻ്റെ തുടർ നടപടിക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് സമാഹരിച്ചത്. ജനങ്ങളിൽ നിന്ന് ഞങ്ങളൊരു നയാ പൈസയും അതിനുവേണ്ടി വാങ്ങിച്ചില്ല. നമ്മുടെ പ്രിയപ്പെട്ട രക്തസാക്ഷിയുടെ കുടുംബത്തെ സംരക്ഷിക്കേണ്ടത് ഈ പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ആ ഫണ്ട് സമാഹരിച്ചത്.